समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग കർക്കിടക മാസത്തിൽ സാധാരണയായി ഒട്ടുമിക്ക രോഗങ്ങളും വളരെ അധികരിച്ച് കാണാറുണ്ട്. ഇക്കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഭാഗം രോഗങ്ങളാണ് ഉദരരോഗങ്ങൾ എന്ന് പറയുന്നത്. ഉദരരോഗങ്ങളെപ്പറ്റി ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ സവിസ്തരം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ ദഹനപ്രക്രിയ എന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദഹനപ്രക്രിയയിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക വ്യതിയാനങ്ങളും ഉദരരോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ദഹനപ്രക്രിയയ്ക്ക് കോട്ടം സംഭവിക്കുന്ന തരത്തിലുള്ള ആഹാരവിഹാരങ്ങൾ ഈ ഉദരരോഗങ്ങൾ സാധാരണയായി കാരണമാകാറുണ്ട്. ആധുനിക ജീവിതത്തിലെ തിരക്ക് മൂലവും മറ്റ് പല അവസ്ഥകൾ മൂലവും വേണ്ട തരത്തിൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാതെ വരിക എന്നത് ആധുനിക മനുഷ്യനെ സംബന്ധിച്ച് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. ഈ ആഹാരങ്ങളുടെ വിരുദ്ധമായ ഉപയോഗവും അതുപോലെ തന്നെ സമയക്രമവും ഉദരരോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒട്ടുമിക്ക ആധുനിക ജീവിതത്തിൽ ഒട്ടുമിക്ക ജനങ്ങളും ഫാസ്റ്റ് ഫുഡ് പോലുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ആയുർവേദ ശാസ്ത്രം വിരുദ്ധ ആഹാരം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതുമായ ആഹാരങ്ങളുടെ അത്യധികമായ ഉപയോഗം കാണാറുണ്ട്. ഉദരരോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാവുന്നത് ദഹനക്കേട് അഥവാ അജീർണം എന്നതാണ്. ഒട്ടുമിക്ക ഉദരരോഗങ്ങളുടെയും കാരണം തന്നെ അജീർണം ആണ്. ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പൊതുവേ സമയനിഷ്ഠ ആളുകൾ പാലിക്കാറില്ല. ആഹാര ദഹനത്തിനും തുടർന്നുള്ള അതിൻ്റെ മലരൂപത്തിലുണ്ടാവുന്ന അവസ്ഥയ്ക്കും ശരിയായ സമയം ആവശ്യമാണ്. സാധാരണയായി 3 മുതൽ 4 മണിക്കൂർ വരെ ആണ് ഒരു സാധാരണ മനുഷ്യന് ദഹന പ്രക്രിയയ്ക്ക് വേണ്ട സമയം. ഈ 3-4 മണിക്കൂർ സാധാരണ ഒരാഹാരം കഴിച്ച് 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് അടുത്ത ആഹാരം കഴിക്കാവൂ. പക്ഷേ ഇന്നത്തെ പൊതുവെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ പല സമയങ്ങളിലായി പലപ്പോഴായി ആഹാരങ്ങൾ, അതും വളരെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ അത്യധികമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. ഈ കാലത്ത് അജീർണത്തിനുള്ള ഒരു പ്രധാന കാരണം ഈ സമയനിഷ്ഠയില്ലായ്മയും വിരുദ്ധമായ ആഹാരങ്ങളുമാണ്. മറ്റൊരു കാരണം ആഹാരത്തിലെ അതിൻ്റെ അളവ്, അതായത് ആയുർവേദ ശാസ്ത്രം ആഹാരത്തിൻ്റെ അളവ് കൃത്യമായി ഇത്ര ആയിരിക്കണം എന്ന് വ്യക്തമായ രീതിയിൽ നിർവചിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദഹനശക്തിക്ക് അനുസരിച്ചല്ലാതെ കൂടുതലായി ആഹാരം കഴിക്കുക എന്നത് ഇപ്പോഴുള്ള പൊതുവെയുള്ള ഒരു ശീലമാണ്. ഈ ശീലം പലപ്പോഴും ദഹനപ്രക്രിയയെ വളരെയധികം സാരമായി ബാധിക്കുന്നു. ഇത് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട്. ഈ മിക്ക അസുഖങ്ങളും രോഗം വന്ന ശേഷം ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കുക എന്നത് ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ വളരെ പ്രാധാന്യമുണ്ട്. അത്യധികമായ മത്സ്യമാംസാദികളുടെ ഉപയോഗം, കൂടുതൽ എണ്ണമയമുള്ളതും കൂടുതൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ആഹാരങ്ങളുടെ നിരന്തരമായ ഉപയോഗം, സ്ഥിരമായി തൈര് മുതലായ ആഹാരങ്ങൾ, കഫവർദ്ധകമായ ആഹാരങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഒരു ചിട്ടയില്ലായ്മ, ഇത്തരം കാരണങ്ങളെ കൊണ്ട് ഉദരരോഗങ്ങൾ ഉണ്ടാകാം. മറ്റു ചില കാരണങ്ങൾ
മാനസികമായി നാം ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ നമുക്ക് മാനസികമായി ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കുക എന്നിവയും അജീർണത്തിനും മറ്റും കാരണമായി ഭവിക്കുന്നുണ്ട്. പ്രധാനമായും അജീർണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനമായി നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ശരിയായ ദഹനവും ശരിയായ വിശപ്പും ശരിയായ മലശോധനയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉദര രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്. മലശോധനയ്ക്ക് ശേഷം മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെങ്കിൽ അത് ദഹനം ശരിയായി നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി നമുക്ക് പറയാവുന്നതാണ്. ഹിങ്കുവജാതി ചൂർണം, അഷ്ടചൂർണം, കാളശാഖാദി കഷായം, ഡാഡിമാതികൃതം, അഭയാരിഷ്ടം, പിപ്പല്യവസവം തുടങ്ങിയ മരുന്നുകൾ അവസ്ഥാനുസൃതം നിർദ്ദേശാനുസാരേണ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ഓരോ ഉദര രോഗങ്ങളിലും അതിന് വേണ്ട രീതിയിൽ ഫലപ്രദമായ വൈദ്യനിർദ്ദേശാനുസരണമനുസരിച്ച് മാത്രം മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം ചിട്ടയോടുകൂടിയ ഭക്ഷണവും ശരിയായ വ്യായാമവും ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ഉദര രോഗങ്ങളെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈന്ദവ ആചാരങ്ങളിലും ആരാധനാലയങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദ്രവ്യമാണ് ചന്ദനം. ശരീരത്തിന് ഉന്മേഷവും തണുപ്പും പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ചന്ദനം. ലോകവിപണിയിൽ തന്നെ സുഗന്ധതൈലങ്ങളുടെ രാജാവായി അറിയപ്പെടുന്നത് ഈ സൻഡാലം ആൽബം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചന്ദനമാണ്. ഭാരതമാണ് ചന്ദനത്തിൻ്റെ ജന്മഭൂമി. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ചന്ദനമരങ്ങൾ സ്വാഭാവികമായി വളരുന്നത്. സമുഖമായി വിന്യസിച്ചിരിക്കുന്ന ഇലകൾക്ക് 9 സെൻറ്റിമീറ്ററോളം നീളവും 4 സെൻറ്റിമീറ്ററോളം വീതിയും ഉണ്ടായിരിക്കും. ഇളം പ്രായത്തിൽ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ പിന്നീട് തവിട്ട് നിറമാകും. ഇവ കുലകളായി ശാഖാഗ്രങ്ങളിലും പത്രകക്ഷങ്ങളിലും കാണുന്നു. ഗോളാകാരമായ ഫലങ്ങൾ ആദ്യം പച്ചയായും പിന്നെ ചുവന്നും പാകമാകുമ്പോൾ കറുപ്പായും മാറുന്നു. ഈ മരത്തിൻ്റെ കാതലാണ് ഔഷധാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. പൈത്തിക വികാരങ്ങൾ ശമിപ്പിക്കുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ഈ ഔഷധിക്ക് കഴിവുണ്ട്. തലവേദന, പനി, വ്രണം എന്നിവയ്ക്ക് ചന്ദനം അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വാസം മുട്ട്, വയറുവേദന, ദാഹം, ഛർദി, മൂത്രാശയ രോഗങ്ങൾ, രക്താതിസാരം എന്നിവ ശമിപ്പിക്കാൻ ഈ ഔഷധി ഉപയോഗിച്ചു വരുന്നു. ഉറക്കമില്ലായ്മ, മാനസിക വിഭ്രാന്തി എന്നിവയ്ക്ക് ഉത്തമ ഔഷധമാണ് ചന്ദനം. ചന്ദന പർപ്പടകാദി കഷായത്തിലെ പ്രധാന ചേരുവയാണ് ഈ ഔഷധി. അശോകാരിഷ്ടം, ചന്ദനാസവം, അണുതൈലം, കല്യാണകഘൃതം, ധാന്യന്തര കഷായം എന്നിവ ചന്ദനം ചേരുന്ന ചില മരുന്നുകളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് ചന്ദനം ഏറ്റവും നന്നായി വളരുന്നത്. മിതമായ മഴയും നല്ല സൂര്യപ്രകാശവും ഈ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത ചുവന്ന കൽപ്രദേശങ്ങളാണ് ചന്ദനം വളരുന്നതിന് അഭികാമ്യം. ചന്ദനം ഒരു മൂലപരാതമായതുകൊണ്ട് അത് ഒറ്റയ്ക്ക് വളരുകയില്ല. കാട്ടിൽ വിത്ത് മുളച്ച് തൈകൾ തനിയെ ഉണ്ടാകുന്നുവെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ അവ നശിച്ചു പോവുകയാണ് പതിവ്. കാലവർഷാരംഭത്തിൽ ആദ്യത്തെ ഏതാനും മഴകൾക്ക് ശേഷം പാകമായ കായകളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ നഴ്സറി ബെഡുകളിലോ കവറുകളിലോ നട്ടുകൊടുക്കാം. ചന്ദന വിത്തുകൾ വാഗ, അക്കേഷ്യ, മുള, കൊന്ന, മുരിക്ക്, പരുത്തി, ഉങ്ങ്, ചേര്, തേക്ക്, കാഞ്ഞിരം തുടങ്ങിയ ആതിഥേയ ചെടികളുടെ വിത്തുകളുമായി ചേർത്ത് നടുന്നത് അഭികാമ്യമാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പൊട്ടാസ്യം തുടങ്ങിയ ഘടകങ്ങൾ നേരിട്ട് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. എന്നാൽ നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ മറ്റ് ഘടകങ്ങൾ ആതിഥേയ സസ്യത്തിൻ്റെ വേരിൽ നിന്നാണ് ഈ ചെടി വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ 1 മാസം പ്രായമായ തൈകൾ പറിച്ച് മാറ്റി നടാവുന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സസ്യത്തിൻ്റെ സംരക്ഷണം വളരെ അനിവാര്യമാണ്.